തിരുവാതിരക്കളിയുടെ ക്ലാസ് കാണാൻ നമുക്ക് എല്ലാവരും കണ്ടു നോക്കണം. ഒരുവിധം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടു നോക്കുക, എന്നിട്ട് നമുക്ക് പറയാം. നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ സ്റ്റെപ്പ് എടുക്കാൻ പോവാണ്. എല്ലാവരും വളരെ സന്തോഷവതികളായിട്ട് നിൽക്കുകയാണ്. ഞാനും സന്തോഷവതിയാണ്. നമുക്കിത് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. പറഞ്ഞു തന്നെ എങ്ങനെയാണെന്ന്. സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ്. 1 2 3 4. ഇനി 5 6 7 8 1 2 3 4 5 6 7 8. അപ്പോൾ ഈ 5 6 പറയുമ്പോൾ നമ്മൾ 5 ഒന്ന് താഴ്ന്നു കൊടുക്കുക, 6 നേരെ കണ്ടോ, 7 താഴ്ന്നു. അങ്ങനെ ചെയ്യണം. ചെയ്തു നോക്കാം അല്ലേ നമുക്ക്? ശരി, ഒന്നാമതായിട്ട് വെക്കാം. Two, 3 4 10 5 6 7 8. വീണ്ടും 1 2 3 4 5 6 7 8. മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? ആരും തെറ്റ് ചെയ്തില്ലെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഇത് തന്നെ ഇടത്തോട്ടം ചെയ്യാം. നമ്മൾ വലത്തോട്ട് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഇടത്തോട്ട് ചെയ്യും. അപ്പോൾ പേര് തമ്മിൽ ചെറുതായിട്ട് മാറും. അത്രേ ഉള്ളൂ. നോക്കാം അല്ലേ നമുക്ക്? 1 2 3 തിരിഞ്ഞു 5 6 7 8 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇനി ഇത് തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് തെറ്റിയോ? 1 2 3 4 5 6 7 8. വീണ്ടും 1 2 3 4 5 6 7 8. ഇനി നമുക്ക് ഇതേ തന്നെ ഇടത്തോട്ട് ചെയ്ത് നോക്കാം. നോക്കാം അല്ലെ ഇടത്തോട്ട്? 1 2 3 4 പേര് മാറി 5 6 7. അവിടെ തെറ്റി 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. കുഴപ്പമില്ല. 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു തരാം. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്, പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു സ്റ്റെപ്പ് ചേർക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നോക്കാം നമുക്ക് അല്ലേ? 1 2 3 4 5 6 7 8. നീ കാല് വലത് കാല് 1 2 3 1 2 3. മനസ്സിലായോ? അപ്പൊ 1. അപ്പൊ ഒന്ന് താഴ്ന്നു കൊടുക്കാം നമുക്ക്. 1 2 3 4 ചെരിഞ്ഞു 5 6 7 8 1 2 3 1 2 3. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. മനസ്സിലായോ? ശരി, നമുക്ക് ചെയ്തു നോക്കാം അല്ലേ? നല്ല മിടുക്കത്തികളാണ് നിങ്ങൾ, പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതെ 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 അതെ, അതാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചെയ്തു നോക്കാം. ശരി. 1 2 3 4 5 6 7 8 1 2 3 1 2 3. ഒന്നുകൂടെ ചെയ്യാം. അതെ, കുഴപ്പമില്ല, ഒന്നുകൂടെ ചെയ്യാം. നമ്മുടെ തുടക്കത്തിലെ അങ്ങ് പെട്ടെന്ന് ഈ 1 2 3 ഇങ്ങനെയാണ്. 1 2 3 അങ്ങനെ എടുക്കാം, അങ്ങനെ ചരിച്ചെടുക്കാം. 1 2 3. അപ്പൊ നമ്മളൊന്ന് ചെരിഞ്ഞു കൊടുക്കൂലോ. ക്രോസ് ചെയ്ത് അതെ അതെ, ക്രോസ് ചെയ്ത് വെക്കാം. 2 3 1 2 3. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. തെറ്റിച്ചെന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളങ്ങ് പഠിച്ചുടനെ എല്ലാവരും ശരിയായിട്ട് ചെയ്യുന്നത്. കുറേ എത്രയോ പ്രാവശ്യം ചെയ്താലാണ് ഓരോരുത്തർ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്, അതിന് വലിയ കാര്യമില്ലേ? നമുക്കൊന്നും പഠിച്ചാൽ കുഴപ്പമില്ല. 1 2
3, 4, 5, 6, 7, 8. 1, 2, 3. 1, 2, 3. മനസ്സിലായോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ലെഫ്റ്റ് സൈഡ് ഇടത്തോട്ട് ചെയ്യാം അല്ലേ? റെഡി? ആ 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3. 1, 2, 3. മനസ്സിലായോ? അപ്പൊ നമ്മള് വലത്തോട്ട് ചെയ്തപ്പോൾ നമ്മൾ 1, 2, 3 അങ്ങോട്ട് എടുത്തു, ഇടത്തോട്ട് എടുത്തു. ഇടത്തോട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1, 2, 3 വലത്തോട്ട് എടുത്തു. സംശയം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി അല്ലേ? ശരി, നമുക്ക് ഇതിന്റെ കൈ എടുക്കാം. ഇനി കൈ പറഞ്ഞുതരാം. കൈ നമുക്ക് നോക്കാം അല്ലേ? പഠിച്ചല്ലോ. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3. 1, 2, 3. അത് കുഴപ്പമില്ല, ഒന്നുകൂടെ ചെയ്യാം. ഒന്നുകൂടെ ചെയ്യാം അല്ലേ? 1, 2, 3, 4, 5, 6, 7. അങ്ങോട്ടാണ് 1, 2, 3. 1, 2, 3. മനസ്സിലായില്ല എല്ലാവർക്കും? നമ്മുടെ എല്ലാ ഇടത്തോട്ടും ഇടത്തോട്ടും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇടത്തോട്ട് ചെയ്യാം. നോക്കാലോ? 1, 2, 3, 4, 5, 6, 7. അങ്ങോട്ട് എടുക്കും. 1, 2, 3. 1, 2, 3. എല്ലാവർക്കും മനസ്സിലായല്ലോ? കണ്ടല്ലോ അല്ലേ എല്ലാവരും? തിരുവാതിരക്കളി ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ഇവർ കുറച്ച് പഠിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് താഴ്ന്നും ചരിഞ്ഞും ഒന്ന് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരടുത്ത്. അവരതുപോലെയൊക്കെ ചെയ്തു. ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ 2 പേര് അധികം നാളാവാത്തവരാണ്. അധികം നാളായില്ല വന്നിട്ട് അവർ. എങ്കിലും അവർ പരിശ്രമിച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ പാട്ട് വരും. അതിൻ്റെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അവരും ഇനി നന്നായിട്ട് ചെയ്തു വരും. അവരെ കൂടി ഞാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇത് കണ്ടിട്ട് ഇത് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ആദ്യം മുതൽ പഠിക്കുന്നവർക്ക് കുറച്ച് ഈസി ആയിരിക്കും സ്റ്റെപ്സൊക്കെ. കുറച്ചൊരു വെറൈറ്റി സ്റ്റെപ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക്. കമൻറ്റുകൾ വളരെ കുറവാണ്. കമൻറ്റുകൾ ഇടുക. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇടാമല്ലോ. ആദ്യമൊക്കെ നല്ല നല്ല കമൻറ്റുകൾ വരും. നല്ലത് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ആർക്കും എന്താണ് ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാം നിങ്ങൾക്ക് കേട്ടോ. എന്നാലും നമുക്കത് ശരിയാക്കി എടുക്കാമല്ലോ. അത് കുഴപ്പമില്ല. നിങ്ങൾ പറയണം, കമൻറ്റുകൾ ഇടണം. എല്ലാവരും കമൻറ്റ് ഇടണം. അപ്പോൾ 5-6 പേര് കമൻറ്റ് സ്ഥിരമായിട്ട് ഇടുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിലേ പറയുന്നുള്ളൂ. ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യാൻ പറയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.